യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരിക്കൽ കൂടി ഒരു പെസഹ ദിനത്തിൻ്റെ ഓർമ്മയിൽ നമ്മൾ ഒന്നു ചേരുകയാണ്. താലത്തിൽ വെള്ളമെടുത്തു, വെൺകച്ചയും അരയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. ഓരോ പെസഹ ദിനവും നമ്മുടെ ഇടവക ദേവാലയത്തിലെ ഗായക സംഘം ഒന്നു ചേർന്ന് ആലപിക്കുമ്പോൾ എത്രയോ ഓർമ്മകളാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണരുക. അതെ, തന്നെ നമുക്ക് നൽകി ജീവൻ്റെ അപ്പമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ സ്നേഹനാഥൻ, പരിശുദ്ധ കുർബാനയുടെ ധന്യത, ഊഷ്മളത നമ്മുടെ ഹൃദയത്തിൽ പകരുവാൻ, ജീവൻ നൽകുവാൻ വന്ന നാഥൻ്റെ ഓർമ്മ. പ്രിയരെ, ഇന്ന് നമ്മൾ ആ നാഥന് സ്നേഹാർച്ചന ആരാധനഗീതി പാടുകയാണ്. ആ പെസഹയുടെ ഓർമ്മ ദിനത്തിൽ ഇന്ന് നമ്മൾ ഇവിടെ ഒന്നു ചേർന്ന് ഈ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ കോതമംഗലം രൂപത ഹെയിൽ മേരി ബാൻഡ് ഗായക സംഘം, ഒപ്പം കോതമംഗലം രൂപത അംഗവും ഇപ്പോൾ മംഗലപ്പുഴ പൊന്തിഫിക്കൽ സെമിനാരിയിലെ മോറൽ തിയോളജി വിഭാഗം അധ്യാപകനുമായ പെരിയ ബഹുമാനപ്പെട്ട ജോസഫ് കൊച്ചുപറമ്പിലച്ഛനും ഒന്നു ചേരുന്നു. നമുക്കൊരുമയോടെ ഈ പ്രാർത്ഥനാ ദിനം, ഈ പെസഹാ ദിനം ഹൃദയത്തിൽ ഏറെ സ്നേഹത്തോടെ, ഈശോയുടെ ദിവ്യകാരുണ്യ അനുഭവത്തോടെ ആഘോഷിക്കാം, പാടി ആരാധിക്കാം. സ്നേഹത്തോടെ അച്ഛന് ഹൃദ്യമായ സ്നേഹസ്വാഗതം. അച്ഛൻ്റെ ഓർമ്മത്താളുകളിലേക്ക് നോക്കുമ്പോൾ പെസഹ അനുഭവം ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ പ്രേക്ഷകർക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു വലിയ അനുഭവമാണ്. ഉപയോഗിച്ച പെസഹ എന്ന ആ പദം തന്നെ ഒത്തിരിയേറെ മധുരമായ ഒരു അനുഭവമാണ് തരിക. പ്രത്യേകിച്ച് അതൊരു വികാരസാന്ദ്രമായൊരു അനുഭവമാണ്. വലിയാഴ്ചയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ പെസഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു ചെറുപ്പകാലത്തുള്ളത്. പള്ളിയിൽ പോകുമ്പോൾ ആദ്യത്തെ വികാരനിർഭരമായ കാഴ്ച വികാരിയേച്ചൽ കുട്ടികളുടെയൊക്കെ പാദങ്ങൾ കഴുകുന്നതാണ്. തീരെ ചെറുപ്പത്തിൽ ഞാനത് ഒത്തിരി ആകാംക്ഷയോടെ നോക്കിയിരുന്നിട്ടുണ്ട്. ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞ് ആദ്യ അവസരത്തിൽ തന്നെ പാദങ്ങൾ കഴുകാനുള്ള അവസരം ഉണ്ടായപ്പോൾ ഒത്തിരിയേറെ ഈശോയോടുള്ള സ്നേഹം തോന്നി. വലിയ ഒരു ഉള്ളിലെന്തോ ചില നിറവ് അനുഭവപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കിടവപ്പള്ളിയിൽ മിക്കവാറും ആൾത്താര കുട്ടികളുടെ പാദങ്ങൾ കഴുകിക്കൊണ്ടിരുന്നത്. അതുതന്നെ 5-6 വർഷങ്ങൾ പാദങ്ങൾ കഴുകപ്പെടാനിടയായി. അതുതന്നെ വലിയൊരു അനുഭവമായി. അന്നെനിക്ക് തോന്നി കുറച്ച് വലുതാകും എനിക്കും ഇതുപോലെ പാദങ്ങൾ കഴുകണം. അങ്ങനെ സെമിനാരിൽ ചേരുവാൻ പോലുമുള്ള ഒരു പ്രചോദനം ആ കാലഘട്ടത്തിൽ കിട്ടി. മാത്രമല്ല അച്ഛനായിട്ട് 2 കൊച്ചച്ഛന്മാർ ആദ്യ വർഷം പാദം കഴുകാൻ അവർക്ക് ഇടയാകാറ്, വികാരിയാകണം. പക്ഷേ എനിക്ക് അച്ഛനായിട്ട് ആദ്യ വർഷം തന്നെ പ്രത്യേക സാഹചര്യത്തിൽ പാദങ്ങൾ കഴുകാനുള്ള ആ ഒരു അനുഗ്രഹം കിട്ടി. അതോടൊപ്പം തന്നെ ഈ വീണ്ടും പെസഹായുടെ വലിയൊരു പ്രത്യേകത അപ്പം പൊറിക്കൽ ശുശ്രൂഷയാണല്ലോ. വൈകുന്നേരം വീട്ടിൽ കാത്തിരിക്കും, അമ്മച്ചി അപ്പമൊക്കെ ഉണ്ടാക്കും. ഇത് കഴിഞ്ഞ് അപ്പച്ചൻ ആണുങ്ങളെ പാലൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി പ്രാർത്ഥനാപൂർവം അപ്പം മുറിച്ച് പാല് കുടിച്ച് ഭക്ഷിക്കുന്ന ആ ഓർമ്മ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ്. മാത്രമല്ല വീട്ടിൽ മാത്രമല്ല, ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ പോകും പാൽ കുടിക്കാനായിട്ട്. അതും ഏറെ മനോഹരമായൊരു ഓർമ്മയായിട്ട് തോന്നുകയാണ് ചെയ്യുക. പിന്നീട് വീട്ടിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞ് പാല് കുടിച്ച് വിശുദ്ധ ഗ്രന്ഥം വായിക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 13, 14, 15, 16, 17 അധ്യായങ്ങൾ. അങ്ങനെ ഒരു പാതിരാവരെയോളം ഇതൊക്കെ വായിച്ച് പോകുന്ന ആ ഒരു പഴയ കാലങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ, നന്ദിയോടെ, ഒരു തരത്തിലുള്ള വികാരവായ്പോടെ ഓർക്കുകയും ചെയ്യുക. തീർച്ചയായും അച്ഛൻ പറഞ്ഞത് ആ പഴയകാല സ്മരണ ഓരോ ഹൃദയങ്ങൾക്കും അനുഭവമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് പച്ചപിടിച്ച അനുഭവമാണ്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണ്. നമുക്ക് ആ ഹൃദ്യമായ അനുഭവത്തോടെ പെസഹായെക്കുറിച്ച് തന്നെ ധ്യാനിക്കുന്ന ഒരു ഗാനം പാടി ദൈവത്തെ പ്രകീർത്തിക്കാം.
ശിഷ്യർതൻ പാദങ്ങൾ അലിവോടെ കഴുകുകയായി മിശിഹ. വിനയത്തിൻ മാതൃക കാട്ടുകയായി നാഥൻ മനതാരിൽ നിറയുന്ന ശാന്തിയുമായി. വിനയത്തിൻ മാതൃക കാട്ടുകയായി നാഥൻ മനതാരിൽ നിറയുന്ന ശാന്തിയുമായി. അന്യോന്യം പാദങ്ങൾ കഴുകുവാനല്ലയോ ആ ദിവ്യനാഥൻ മൊഴിഞ്ഞു നേരിൽ. അന്യോന്യം പാദങ്ങൾ കഴുകുവാനല്ലയോ ആ ദിവ്യനാഥൻ മൊഴിഞ്ഞു നേരിൽ. സ്നേഹത്തിൻ സന്ദേശമാനേരമേകുവാൻ സ്വർഗീയ നായകൻ ഇന്നു മുന്നിൽ. സ്നേഹത്തിൻ സന്ദേശമാനേരമേകുവാൻ സ്വർഗീയ നായകൻ നിന്നു മുന്നിൽ. പാദങ്ങൾ കഴുകിയ ഗുരുവിനെ പോലെ പാദങ്ങൾ കഴുകണം നിങ്ങൾ തമ്മിൽ. പാദങ്ങൾ കഴുകിയ ഗുരുവിനെ പോലെ പാദങ്ങൾ കഴുകണം നിങ്ങൾ തമ്മിൽ. സ്നേഹമാണടയാളും ദാസരിൽ ഇനിമേൽ സ്നേഹത്തിൽ സർവരും ജീവിച്ചിടൂ. സ്നേഹമാണടയാളം ദാസരിൽ ഇനിമേൽ സ്നേഹത്തിൽ സർവരും ജീവിച്ചിടൂ. സ്നേഹമെന്തെന്ന് അറിയുവിൻ നിങ്ങൾ, സ്നേഹത്തിൽ അന്യോന്യം ഏവരുമെന്നും. സ്നേഹമെന്തെന്ന് അറിയുവിൻ നിങ്ങൾ, സ്നേഹിപ്പിനന്യോന്യമേവരുമെന്നും. അപ്പമെടുത്തു വാഴ്ത്തിയ ശിഷ്യർക്കായി തിരുശരീരമായി നൽകി നാഥൻ. അപ്പമെടുത്തു വാഴ്ത്തിയ ശിഷ്യർക്കായി തിരുശരീരമായി നൽകി നാഥൻ. മുന്തിരി നീരോ തിരുരക്തമായി നൽകി ശിഷ്യർക്കു സ്നേഹവിരുന്നിനായി. മുന്തിരി നീരോ തിരുരക്തമായി നൽകി ശിഷ്യർക്കു സ്നേഹവിരുന്നിനായി. പെസഹാതൻ സന്ധ്യയിൽ സന്ധ്യയിൽ അത്താഴവേളയിൽ താഴവേളയിൽ സഹാതൻ സന്ധ്യയിൽ അത്താഴവേളയിൽ തിരുനാഥൻ താലത്തിൽ വെള്ളവുമാ അരികത്തെത്തി ശിഷ്യർതൻ പാദങ്ങൾ അലിവോടെ കഴുകുകയായി മിശിഹ. നമ്മൾ ശ്രവിക്കുകയായിരുന്നു പെസഹായുടെ ആ സ്നേഹസന്ധ്യ.
താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എളിമയുടെ മഹനീയ മാതൃക കാണിക്കുന്ന ദൈവപുത്രൻ. പ്രിയരെ, ഓരോ പെസഹായും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ചെറുതാകലിൻ്റെ സാക്ഷ്യമാണ്. തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ കാണുവാൻ, മറ്റുള്ളവരെ ആദരിക്കുവാൻ, സ്നേഹിക്കുവാൻ, സ്നേഹം തന്നെയായി ഭൂമിയിൽ വന്നവൻ്റെ സ്നേഹത്തിൻ്റെ സ്മരണ. ഈ തരുണത്തിൽ പ്രിയപ്പെട്ട അച്ഛ, പഴയ കാലഘട്ടത്തിലെ ആ സ്നേഹോഷ്മളമായ ബന്ധവും, അത് കുടുംബങ്ങളിലായിക്കൊള്ളട്ടെ, സാഹോദര്യ തലങ്ങളിലായിക്കൊള്ളട്ടെ, മറ്റ് ഇതര ഇടങ്ങളിലായിക്കൊള്ളട്ടെ, ആ സ്നേഹത്തിൻ്റെ ഒരു ഗാഢത ഇന്ന് കാണാൻ കഴിയുന്നുണ്ടോ? അച്ഛൻ്റെ വിലയേറിയ ഒരു അഭിപ്രായവും സന്ദേശവും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പെസഹായുടെ അർത്ഥം പലപ്പോഴും ഇന്ന് വേണ്ട രീതിയിൽ മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഇന്ന് എല്ലാം ഒരു ആഘോഷമായിട്ട് പോകുന്നു. ഈ ആഘോഷത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം, അർത്ഥം എന്താണെന്ന് പലപ്പോഴും പലരും ചിന്തിക്കുന്നില്ല. നമുക്കറിയാം, പെസഹാ ദിനം നമുക്ക് നൽകുന്ന ഒത്തിരിയേറെ നല്ല ചിന്തകളുണ്ട്. പ്രത്യേകിച്ച് ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും വികാരനിർഭരമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസമാണ് ഈ പെസഹ. നമ്മുടെ ആഘോഷത്തിൻ്റെ ഇടയിലെ സത്യങ്ങളെല്ലാം മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം തന്നെയാണ് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത്. കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ശിഷ്യന്മാരുടെ ഇടയിൽ ഈശോ ജെറൂസലേമിലേക്ക് വരികയാണ്. താൻ കുരിശ് വഹിക്കാൻ പോകുന്നു, മരിക്കാൻ പോകുന്നു, പീഡകളെല്ലാം സഹിക്കും, ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് പറയുന്നുണ്ട്. ഇതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ ചിന്ത എന്താണ്? തങ്ങളിൽ ആരാണ് വലിയവൻ? ഒരു രാജ്യം സ്ഥാപിക്കുമ്പോൾ എനിക്ക് പ്രധാനമന്ത്രിയാകണം, എനിക്ക് ഉപപ്രധാനമന്ത്രിയാകണം, ഈ ഒരു ചിന്തയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട് പൊടി നിറഞ്ഞ വഴിയാണത്. പരസ്പരം വിരുന്നുകാർ പാദങ്ങൾ കഴുകും, അല്ലെങ്കിൽ അടിമകൾ അവർ കഴുകും. ഇവർ പരസ്പരം പാദം കഴുകാനും തയ്യാറല്ല. കാരണം എന്താ? ആരാണ് വലുത് എന്നുള്ള ചിന്തയിലാണ് അവർ. അതുകൊണ്ടാണ് ഗുരു അവർക്കൊരു മാതൃക കൊടുക്കുന്നത്. ഇനി ഈ പാദം കഴുകി വലിയ മാതൃക കാണിച്ച് ഈശോ നമ്മോട് പറയുന്ന വലിയ കാര്യം ഇതാണ്. ക്രൈസ്തവീകത എന്ന് പറഞ്ഞാൽ എന്താ? അത് പാദം കഴുകലാണ്. ഞാൻ സൂചിപ്പിച്ചു, അത് ചെറുതാകലാണ്. അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും ഉണ്ടാകും. ഇന്നത്തെ ഒരു പ്രശ്നം, ഇന്ന് അധികാരം സ്ഥാപിക്കാൻ, മറ്റുള്ളവരെ ചെറുതാക്കാൻ, ഇങ്ങനെയുള്ള ശ്രമങ്ങളാണ് നടത്തുക. സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ശ്രമിക്കുക. സ്വയം വലുതാകണം, സ്വയം അധികാരം പിടിച്ചെടുക്കണം, ഈ ചിന്തയാണുള്ളത്. അതിന് പകരം വിട്ടുകൊടുക്കാൻ, ചെറുതാകാൻ, അത് കുടുംബത്തിൽ ഭർത്താവും ഭാര്യ ആ ബന്ധങ്ങളിൽ, മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ, അതുപോലെ അധികാര സ്ഥാനങ്ങളിൽ, രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളെല്ലാം ഇന്ന് ചെറുതാകാനായിട്ട് തയ്യാറായാൽ ജീവിതം തന്നെ മനോഹരമാകും. ഈ തലക്കനങ്ങളൊക്കെ മാറ്റിവെച്ച് ഒന്ന് ചെറുതാകാൻ, മറ്റുള്ളവരൊന്ന് പരിഗണിക്കാൻ ഒക്കെ സാധിച്ചാൽ ജീവിതം ഒത്തിരി മനോഹരമാകും. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ പെസഹായുടെ വലിയൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ്. സ്നേഹിച്ച മനുഷ്യനോടൊപ്പം ലോകത്തിൻ്റെ അവസാനം വരെ ആയിരിക്കണം ഈശോയ്ക്ക് ആഗ്രഹമുണ്ട്. സ്നേഹത്തിൻ്റെ പ്രത്യേകതയാണല്ലോ അത്. നമ്മളൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഈശോയ്ക്ക് ആഗ്രഹമുണ്ട് മനുഷ്യനോടൊപ്പം എന്നും ആയിരിക്കണം. പക്ഷേ പിതാവിൻ്റെ കൽപ്പന എന്താ? തിരിച്ചു വരിക, പിതാവിനെ അനുസരിക്കുന്ന പുത്രനാണ്. ഇത് രണ്ടും സാധിക്കണം. ഈ രണ്ട് സാധിക്കാൻ ഈശോ കണ്ടുപിടിച്ച മാർഗ്ഗമാണ് ഈ മനുഷ്യനായിട്ട് വന്ന് ഈശോ അപ്പമായിട്ട് മാറുക എന്നുള്ളത്. ലോകത്തിൻ്റെ അവസാനം വരെ അവിടെ ഇമ്മാനുവലൊക്കെ ആയിട്ട് മാറണത് എവിടെയാണ്? ലോകത്തിൻ്റെ അവസാനം വരെയും കൂടി ആയിരിക്കുക. നമുക്കറിയില്ല, അപ്പം ഉണ്ടാക്കാൻ ഈ അരി ഇടിച്ച് പൊടിക്കണം. ഈ ഇടിച്ച് പൊടിക്കൽ മുഴുവൻ നടക്കുക. അതാണ് പെസഹ കഴിഞ്ഞ് ദുഃഖവെള്ളി എന്ന് പറഞ്ഞ് ഇടിച്ച് പൊടിക്കലിൻ്റെ ദിവസമാണ്. ഈശോ ഈ പീഡാസഹനം മുഴുവൻ ഏറ്റെടുത്തത് ഈ അപ്പമാകാൻ വേണ്ടിയിട്ടാണ്. ഈ വലിയ സത്യം പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. ഈശോ അപ്പമായതുപോലെ അപ്പമാകാനുള്ള ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്നുള്ളതാണ്. ഒരു കുടുംബത്തിൽ അപ്പൻ കുടുംബത്തിന് വേണ്ടി, അമ്മ മക്കൾക്കും കുടുംബത്തിനൊക്കെ വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഇതുപോലെ ഇടിച്ച് പൊടിക്കപ്പെടാൻ, അപ്പമാകാൻ, ഇല്ലായ്മയായി മാറാൻ ഇടയാകുമ്പോൾ അവിടേക്ക് ഈ പെസഹായ്ക്ക് അർത്ഥം ഉണ്ടാകണത്. ഇതൊരു കടന്നുപോകലാണല്ലോ പെസഹ. പഴയ കടന്നുപോകലുണ്ട്, ഇവിടെ പാപത്തിൽ നിന്ന് കടന്നുപോകൽ. ഈ പാപാന്ധകാരം നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് നന്മയുടെ, സ്നേഹത്തിൻ്റെ ഒക്കെ പുതിയ തലങ്ങളിലേക്ക് കടന്നു പോകാൻ ഇടയാകണം. അങ്ങനെ വരുമ്പോഴേ പെസഹയ്ക്ക് അർത്ഥമുള്ളൂ. അതുകൊണ്ട് ഇതെന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈശോ പെസഹായുടെ ദിനത്തിൽ
പൗരോഹിത്യത്തെ സ്ഥാപിക്കുക. ഇത് നിങ്ങളുടെ ഓർമ്മയ്ക്കായി ചെയ്യണം. ശിഷ്യന്മാരെ ചുമതലപ്പെടുത്തുക. ഇവിടെ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനം. എന്നിട്ട് വീണ്ടും നമുക്കറിയാം, ഇതിൻ്റെ ഏറ്റവും മനോഹരമായൊരു കാര്യം ഈശോ പറയുക, ഞാൻ നിങ്ങൾക്ക് പുതിയ കൽപ്പന തരുന്നു എന്നുള്ളതാണ്. പരസ്പരം സ്നേഹിക്കുക പഴയ കൽപ്പനയൊക്കെയാണ്. പക്ഷെ പുതുമ ഇവിടെയാണ്, ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ഈശോ സ്നേഹിച്ചു, കുരിശിൽ മരിച്ചുകൊണ്ട് സ്നേഹിച്ച സ്നേഹമുണ്ട്. ആ സ്നേഹം തൻ്റെ അനുയായികൾ ജീവിതത്തിൽ സ്വന്തമാക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുക. ഈ പെസഹ ദിനത്തിൽ ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന, ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സമ്മാനം എന്ന് പറയുക, ആ ഗുരു പറഞ്ഞതുപോലെ ഇന്ന് സ്നേഹിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥ സ്നേഹം സഹനം ഉൾക്കൊള്ളുന്നതാണ്. ഒരു സംശയമൊന്നുമില്ല കാര്യത്തിൽ. അത് ഇന്ന് ഈ ലോകം മനസ്സിലാക്കുന്നില്ല. സഹനമില്ലാത്ത സ്നേഹം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, മധുരമില്ലാത്ത തേൻ പോലെയാണ്. തേൻ മധുരമില്ലെങ്കിൽ തേനാവില്ല. ഇപ്പോഴും സഹനം, ഈ സ്നേഹത്തിൽ സഹനമുണ്ട്. കുരിശിലെ സ്നേഹം, കുരിശിലെ സഹനം ഒന്ന് തന്നെയാണ്. അപ്പം ഇന്ന് മനുഷ്യൻ പലപ്പോഴും ഈ സഹിക്കാൻ തയ്യാറാകുന്നില്ല. ഈശോയുടെ ഈ ഒരു സ്നേഹത്തിൻ്റെ കൽപ്പന ജീവിതങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലോ, തകർന്ന ജീവിതങ്ങളൊക്കെ ആ ജീവിതങ്ങളൊക്കെ വീണ്ടും നിർമ്മിക്കപ്പെടും. തകർന്ന ബന്ധങ്ങളെല്ലാം നേരെയാകും. ഈ ജീവിതത്തിന്, ലോകത്തിന് തന്നെ ഒരു പുതിയ പ്രകാശം ഉദിക്കും. ഈ ഒരു പെസഹ ആചരണത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു കടന്നു പോകണം. ഈ തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, വെറുപ്പിൽ നിന്ന് സ്നേഹത്തിലേക്ക്, അങ്ങനെ ഒരു പുതിയ യുഗം തന്നെ ഉദയം ചെയ്യാൻ ഇടയാകും. വാസ്തവത്തിൽ ഈ പെസഹ ശരിയായ രീതിയിൽ അർത്ഥം മനസ്സിലാക്കുമ്പോൾ വെറുതെ ആഘോഷങ്ങളുടെ പുറകെ പോയി ആന്തരികമായ അർത്ഥം നഷ്ടപ്പെട്ടു പോവുക ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇന്ന് വേണ്ടത്, പണ്ടൊക്കെ കുറഞ്ഞിരിക്കുന്ന ചിന്തകളുണ്ട്, ഇന്ന് ആഘോഷം മാത്രമായിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് വരികയോ ചെയ്യുക. അതിന് പകരം ഇതിൻ്റെ ആ ഈശോ ആഗ്രഹിക്കുന്ന ആ ഒരു ശൈലിയിലേക്ക്, ഈശോയുടെ ശിഷ്യരെന്താകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു, അത് ഈ പെസഹ ദിവസം അവിടുന്ന് നമ്മെ കാണിച്ചു തരികയും ചെയ്യുക. പാദം കഴുകി പുതിയ കൽപ്പന നൽകി. സോ ഇതാ നമുക്കിന്നൊരു വെല്ലുവിളിയാണിത്. ഈശോ നമ്മെ വെല്ലുവിളിക്കുക വാസ്തവത്തിൽ ഈ ദിവസം. സ്നേഹമുള്ളവരെ, ഒരു വെല്ലുവിളിയായി ഈശോ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ദൈവസമാനത കൈവിടിഞ്ഞ് ദാസൻ്റെ രൂപം സ്വീകരിച്ച് പരിശുദ്ധ കുർബാനയായി, എളിമയുടെ പൂർണ്ണതയായി, സ്നേഹത്തിൻ്റെ പൂർണ്ണതയായി ആ ഈശോ നമ്മെ വിളിക്കുന്നു. പരസ്പരം സ്നേഹിക്കാൻ ബാഹ്യമായ കുറേ ആഘോഷങ്ങളോ ആഡംബരമോ അല്ല, മറിച്ച് ആന്തരികതയിൽ ഈ ദിവ്യകാരുണ്യത്തെ ധ്യാനിക്കുക. സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുന്ന ചെറുതാകലൻ്റെ നേർസാക്ഷ്യം നൽകുന്ന ജീവിതമായി മാറ്റപ്പെടുവാൻ ഈ പെസഹ നമുക്ക് അനുഭവമാകട്ടെ. ആ അനുഭവ തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ഗാനം ശ്രവിക്കാം. അടുത്ത ഗാനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആ പെസഹായുടെ ധന്യതയും ശ്രേഷ്ഠതയും നമ്മുടെ ഹൃദയത്തിന് അഭിഷേകം പകരട്ടെ. പരിഹാരമാകുവാൻ കുഞ്ഞാടൊരുങ്ങും രാത്രി. മാനവപാപത്തിൻ പരിഹാരമാകുവാൻ കുഞ്ഞാടൊരുങ്ങും രാത്രി. രാത്രി പെസഹ രാത്രി, ഈ രാത്രി പെസഹ
സ്വർഗീയ സ്നേഹം മർത്യന്റെ പാദങ്ങൾ പരിശുദ്ധമാക്കിയ രാത്രി. സ്വർഗീയ സ്നേഹം മർത്യന്റെ പാദങ്ങൾ പരിശുദ്ധമാക്കിയ രാത്രി. ജീവന്റെ അപ്പമായി മുറിയുന്ന നിൻ സ്നേഹം മർത്യർക്കു പങ്കിട്ട രാത്രി. മർത്യർക്കു പങ്കിട്ട രാത്രി. രാത്രി പെസഹ രാത്രി. ഈ രാത്രി പെസഹ രാത്രി. രാത്രി പെസഹ രാത്രി. ഈ രാത്രി പെസഹ രാത്രി. നാണയം ദൈവത്തിൻ വിലയായി മാറിയ അഭിഷപ്ത നിമിഷത്തിൻ രാത്രി. നാണയം ദൈവത്തിൻ വിലയായി മാറിയ അഭിശബ്ദ നിമിഷത്തിൻ രാത്രി. ഗത്സമനിയിലെ മാമരങ്ങൾ പോലും കണ്ണടയ്ക്കാത്തൊരു രാത്രി. കണ്ണടയ്ക്കാത്തൊരു രാത്രി. രാത്രി പെസഹ രാത്രി. ഈ രാത്രി പെസഹ രാത്രി. രാത്രി പെസഹ രാത്രി. ഈ രാത്രി പെസഹ രാത്രി. ചുംബന സ്നേഹത്താൽ ഉറ്റവർ നിന്നെ ഒറ്റിക്കൊടുത്തതാം രാത്രി. ചുംബന സ്നേഹത്താൽ ഉറ്റവർ നിന്നെ ഒറ്റിക്കൊടുത്തതാം രാത്രി. വാളല്ല മർത്യർക്കു രക്ഷയെന്നോതി ചെവി തൊട്ടു സുഖമാം രാത്രി. ചെവി തൊട്ടു സുഖമാം രാത്രി. രാത്രി പെസഹ രാത്രി. ഈ രാത്രി പെസഹ രാത്രി. രാത്രി പെസഹ രാത്രി. ഈ രാത്രി പെസഹ രാത്രി. അങ്ങനെയെങ്കിൽ ഈ പെസഹ രാത്രി എളിമയുടെയും നിറസ്നേഹത്തിൻ്റെയും പരസ്പരം പങ്കുവയ്ക്കുന്ന കാരുണ്യത്തിൻ്റെയും ഒരു കുർബാന അനുഭവമായി മാറട്ടെ. ഈ നല്ല ദിനം നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ പെസഹായും ഒരു കടന്നുപോകലിൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുവാൻ, ക്രിസ്തുവിനെ തന്നെ ധരിക്കുവാനുള്ള അഭിഷേകവും അനുഗ്രഹവും ഹൃദയത്തിൽ നിറവായി മാറട്ടെ. അതിനുവേണ്ടി നമുക്ക് ഹൃദയം തുറക്കാം. അച്ഛാ, ഈ തരുണത്തിലൊരു പ്രാർത്ഥന നൽകി ഞങ്ങളെല്ലാവരെയും ധന്യമാക്കുവാൻ. പാദങ്ങൾ കഴുകി ഞങ്ങൾക്ക് ജീവിതത്തിൻ്റെ വലിയ മാതൃക കാണിച്ചു തന്ന ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ,
ഞങ്ങളോടുള്ള വലിയ സ്നേഹത്തെ പ്രതി സ്വയം അപ്പമായി മാറി അങ്ങയെ തന്നെ ഞങ്ങൾക്ക് പങ്കുവെച്ചു തന്ന് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ജീവൻ പകർന്ന അവിടെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. നല്ല ഈശോയെ, ഈ പെസഹാ ദിനത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിന് വലിയ പ്രമാണം ഞങ്ങൾ ഓർക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഈശോയെ, അങ്ങ് സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, ആ സ്നേഹത്തിൻ്റെ ഫലങ്ങൾ പങ്കുവയ്ക്കാൻ, അങ്ങനെ അങ്ങയുടെ യഥാർത്ഥ ശിഷ്യരായി മാറാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പാദം കഴുകി സ്നേഹത്തിന് പ്രമാണം തന്ന് അങ്ങേയത്തിന് ഞങ്ങൾക്കായി നൽകിയ ഈ മനോഹര ദിവസത്തെ ഓർത്ത് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. നിന്റെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ആമേൻ. ചുംബന സ്നേഹത്താൽ ഉറ്റവർ നിന്നെ ഒറ്റിക്കൊടുത്തതാം രാത്രി. ചുംബന സ്നേഹത്താൽ ഉറ്റവർ നിന്നെ ഒറ്റിക്കൊടുത്തതാം രാത്രി. വാളല്ലമർത്യർക്കു രക്ഷയെന്നോതി ചെവി തൊട്ടു സുഖമാം രാത്രി. ചെവി തൊട്ടു സുഖമാം